നബിക്ക് ലൈംഗിക രോഗമുണ്ടാക്കിയെന്ന് വിസ്തക്കാർ പറഞ്ഞു. ഞാൻ വെല്ലുവിളിക്കുന്നു മൻസൂർ അലിയെ. ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ? നിങ്ങളിത് കുറെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മിണ്ടാന്ന വിസ്തത്തിന്റെ ആളുകൾ നബിക്ക് ലൈംഗിക രോഗമുണ്ടാക്കി എന്ന് വിശ്രംകാർ പറഞ്ഞു എന്നത് ശരിയല്ല, വെല്ലുവിളിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് ചേർത്തുപോലും മതപരമായ ഒരു ജീവിതവുമില്ലാത്ത തനി അപകടകാരിയായൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് പോലും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് മഹാപണ്ഡിതൻ എന്ന് പറഞ്ഞ് ഹഫിളഹുല്ല എന്ന പേരിലേക്ക് പോലും ചേർത്ത് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത്. ഇതിവിടെ പറയുന്നത് കളവാണ്, നുണയാണ് എന്ന് ഇങ്ങനെ വലിയ വായയിൽ വളർന്നു വരുന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ ഇത് കാണിക്കുകയല്ലാതെ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അബ്ദുൽ മാലിക് സലഫി വെല്ലുവിളിക്കുന്നത് ആരെയാണ്? മൻസൂർ അലി ചെമ്മാടിനെയല്ല. ആരെയാണ് വെല്ലുവിളിക്കുന്നത്? വിസ്ഡത്തിന് അങ്ങനെ ഒരു വാദമില്ല എന്നാണ്. ശരി, ആ വാദം നിങ്ങൾക്ക് രൂപപരിണാമം ഉണ്ടായിട്ടുണ്ട്. ഒരാൾ പറയുന്ന വാദമല്ല മറ്റൊരാൾ പറയുന്നത്, വ്യത്യാസങ്ങളുണ്ട്. മാലിക് സലഫിയുടെ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം. എവിടെയാണ് പ്രസംഗിച്ചത്? പച്ച നുണ പറഞ്ഞു പോടെ. ഇതൊക്കെ ചിന്തിച്ചോളി മർക്കസ് ദേവക്കാര്. വിസ്ഡത്തിന് അങ്ങനെ ഒരു വാദമില്ല, പച്ച നുണ പറഞ്ഞു പോവുകയാണ് എന്നതാണ്. ഉസ്താദും അങ്ങനെ തന്നെയാണ് പറയണത്. പച്ച നുണ പറഞ്ഞു പോവാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. ശരി, ഇനി നമുക്ക് വിസ്ഡത്തിന് ഇങ്ങനെയൊരു വാദമില്ല എന്നും പച്ച നുണയാണ് എന്ന് പറയുന്നു. ആ പച്ച നുണയാണ് എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? നമ്മളിലേക്ക് ചേർത്തിട്ടാണ് ഇത് പറഞ്ഞത്? അല്ല, നിങ്ങൾ വെല്ലുവിളിച്ചത് ഫൈസൽ മുസ്ലിയാരെയാണ്. നിങ്ങളുടെ വാദത്തിൽ നിന്ന് ഇതിനല്ലാത്ത രൂപപരിണാമം സംഭവിച്ച വേറൊരു വാദമാണ് ഫൈസൽ മുസ്ലിയാർ സമർത്ഥിക്കുന്നത്. അത് നിങ്ങൾ കേട്ടോളൂ. അങ്ങനെ യഹൂദികൾ സിഹർ ചെയ്തു. ലബീദ് ഇബ്നു അഅസം എന്ന് പറയുന്ന ഒരു അറിയപ്പെട്ട സാഹിറായ യഹൂദി, അവൻ ചില തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് സിഹർ ചെയ്തു. അതിൻ്റെ ഫലമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശാരീരികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നബി തങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉന്മേഷക്കുറവ് നബിക്ക് അനുഭവപ്പെട്ടു, ചില പ്രയാസങ്ങൾ ഉണ്ടായി. ഇവർ പറഞ്ഞു കേട്ടാൽ നബി തങ്ങൾക്ക് പള്ളിയിൽ പോകണം തോന്നി, പള്ളിയിൽ പോകണില്ല. അല്ലെങ്കിൽ നിസ്കരിക്കണം തോന്നി, അല്ലെങ്കിൽ നിസ്കരിച്ചു എന്ന് തോന്നി, നിസ്കരിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചു എന്ന് തോന്നി, ഭക്ഷണം കഴിച്ചിട്ടില്ല. അതൊന്നും അതിനർത്ഥമില്ല. ആകെ ഉണ്ടായത് നബിതങ്ങൾക്ക് ചില ഉന്മേഷക്കുറവുകൾ അനുഭവപ്പെട്ടു. വിശേഷ ഭാര്യമാരെ സമീപിക്കാൻ നബിതങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ സമീപിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രവാചക കാര്യമായി ഉണ്ടായ ഒന്ന്. പ്രവാചകൻ ഒരു കാര്യം ചെയ്യും, അത് ചെയ്യണം തോന്നുന്നു, ചെയ്തു തോന്നുന്നു, ചെയ്തിട്ടില്ലൊക്കെ പറഞ്ഞല്ലോ, അത് ഏതെങ്കിലും കാര്യമല്ല. പ്രവാചകനെ പത്നിമാരെ സമീപിക്കുന്ന വിഷയമാണ്. അപ്പം അല്ലാതെ നബിതങ്ങൾ ഭക്ഷണം കഴിച്ചു തോന്നുക, ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചു തോന്നുക, വെള്ളം കുടിച്ചിട്ടില്ല, അതൊന്നും അർത്ഥമില്ല. ഒരു സ്ഥലത്ത് പറഞ്ഞു ഭാര്യമാരെ സമീപിക്കണമെന്ന് തോന്നുന്നു, സമീപിക്കുന്നില്ല. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു നബിതങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ചെയ്തിട്ടില്ല. അപ്പം ആ കാര്യം എന്താണ്? അത് ഇതേ കാര്യം തന്നെയാണ്. ഒരു റിപ്പോർട്ട് വ്യക്തമായി പറഞ്ഞു എല്ലാം ഒന്നാണ്. ഭാര്യമാരെ സമീപിക്കണമെന്ന് പ്രവാചകൻ തോന്നുന്നു, പക്ഷേ സമീപിക്കാൻ നബിക്ക് കഴിയുന്നില്ല. അതുമാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് വരെ പറഞ്ഞവർ ഉണ്ട്. എന്നിട്ട് ഇത്രയും ഇമാം മാസി ഇതുകൂടി പറഞ്ഞു, വഹാദ കസീറമായ തഖയ്യുലുൽ ഇൻസാൻ ഫിൽ മനാം. പലപ്പോഴും നമുക്ക് സ്വപ്നത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവലുണ്ടല്ലോ. ഫലാ യബ്ഉദ യുഖല ഇലൈഹി ഫിൽ യഖ്ള. അത് ഉണർച്ചയിലും ഉണ്ടായി, അതൊരു വിദൂരമായ കാര്യമൊന്നുമല്ല. അപ്പം അല്ലാതെ ഇവർ എപ്പോഴും നമുക്ക് സ്വപ്നത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവലുണ്ടല്ലോ. ഫലാ യബ്ഉദ യുഖല ഇലൈഹി ഫിൽ യഖ്ള. അത് ഉണർച്ചയിലും ഉണ്ടായി, അതൊരു വിദൂരമായ കാര്യമൊന്നുമല്ല. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയൂല. ഞാൻ ചോദിക്കട്ടെ, എടത്തനാട്ടുകര അങ്ങാടിയിലൂടെ നടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ അദ്ദേഹം സ്വഭാവം വളരെ മോശമായ ഒരാളെ തന്നെയാണെന്ന് ഒരാളങ്ങൾ എടുത്തോളിയും, അയാളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടുവോ? നിങ്ങളമ്മാനെയും പാപ്പാനെയും പറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടുവോ? നിങ്ങളെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു മകനെയോ മകളിലേക്കോ ചേർത്തിട്ട് അദ്ദേഹത്തിന് ഇങ്ങനൊരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ വിടുമോ? ശാരീരികമായി ചില പ്രയാസങ്ങളുണ്ട്, പക്ഷെ വൈകാരികമായി പോകുന്നു. മുത്തു റസൂലിന്റെ പേരിൽ ഇജ്ജാതി തോന്നിവാസരങ്ങൾ പറയുമ്പോ വൈകാരികമായി പ്രതികരിക്കേണ്ടി വന്നു പോകുന്നു. നിങ്ങൾ വെറുതെ വിടുവോ അയാളെ? അങ്ങാടിയിലൂടെ നടന്ന് നിങ്ങളുടെ മകനെ പറ്റി ഇങ്ങനൊരു കേസ് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടുവോ? ഇല്ലേ? പറയണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ലോകത്തുള്ള മലയാളം കേൾക്കുന്ന ആളുകൾ പറയണം. നമ്മുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച്
അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്തരമൊരു തിക്താനുഭവമുണ്ട് എന്നത് മൈക്ക് കെട്ടി പറഞ്ഞാൽ, ക്ലിപ്പിട്ട് പറഞ്ഞാൽ, എപ്പിസോഡ് നടത്തി പറഞ്ഞാൽ, വ്യാഴാഴ്ച നടക്കുന്ന ശീതീകരിച്ച മുറികളിൽ നിന്ന് ഇജാതി വർത്തമാനങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അയാളെ വെറുതെ വിടുവോ? മുത്തു റസൂലിന്റെ പേരിലാണ് ഇജാതി കച്ച് കെട്ടിയ കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തെളിയിക്കുമെങ്കിൽ ഏതു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉന്മേഷക്കുറവുണ്ടായി എന്ന് ഫൈസൽ മുസ്ലിയാർ പറയുന്നത്? പ്രമാണം പറയണം, പ്രമാണം പറയണം. കാരാ മൂസാ സ്വലാഹി ഇവിടെ വന്ന് പറയുന്നുണ്ടല്ലോ, അത് കളവാണ്, നുണയാണ് എന്നത്. അത് കളവും നുണയുമല്ലെങ്കിൽ, ഫൈസൽ മുസ്ലിയാർ പറയുന്നത് കളവും നുണയുമല്ല എങ്കിൽ അങ്ങനെയൊരു സംഭവത്തിന് പ്രമാണം പറയണം. എന്താണ് പ്രമാണം? ഒന്ന് ഖുർആൻ, രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ. അതാണ് പ്രമാണം. കാരണം ഫൈസൽ മുസ്ലിയാരനെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിത വചനങ്ങൾ പ്രമാണമല്ല. ആ പണ്ഡിത വചനങ്ങൾ പ്രമാണമല്ല എന്ന് പറഞ്ഞ ഫൈസൽ മുസ്ലിയാരുടെ ഇത്തരത്തിലുള്ള അറുവഷളൻ കഥകൾക്ക് പ്രമാണം പറയേണ്ടത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തന്നെയായിരിക്കണം. നിങ്ങളത് പറയണം. ഇതിന് രൂപപരിണാമം എന്നല്ലേ പറയാ?